നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലബനാനിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഹൃദയഭേദകമാണ്. ഒറ്റ ദിവസം കൊണ്ട് 500-ലേറെ മനുഷ്യന്മാരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. ഗസയ്ക്ക് ശേഷം ലബനാനും ആ അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്ക ഈ ലോകത്തൊന്നാകെയുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ 1000-ഓളം കേന്ദ്രങ്ങളിലാണ് ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെട്ടത്. പേജർ സ്ഫോടനത്തിന് പിന്നാലെയാണ് നേരിട്ടുള്ള ആക്രമണവുമായി ഇസ്രായേൽ രംഗത്തെത്തിയത്. അതിർത്തിയിലും യുദ്ധസന്നാഹങ്ങളുണ്ട്. കരയുദ്ധം ആരംഭിക്കുമെന്നുള്ള ആശങ്കയും ഉണ്ട്. ദാവൂദ്, ഇത് വലിയൊരു യുദ്ധത്തിലേക്കാണോ ഇതിൻ്റെ പോക്ക്? അല്ല, വലിയൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നത് വെച്ചാൽ ഇത് ഓൾറെഡി വലിയ യുദ്ധമാണ്. ഹിസ്ബുള്ള തിരിച്ചടിക്ക് കൂടി ചെയ്യുമ്പോൾ അതെ. അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇത് ലോകയുദ്ധമായിട്ട് മാറുമോ എന്നൊക്കെയുള്ള പലതരം വിശകലനങ്ങൾ വരുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇതൊരു ലോകയുദ്ധം തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വൻശക്തികൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളികളാണ്. ഇപ്പോൾ ഒരു ലോകയുദ്ധം എന്ന് പറയുമ്പോൾ ലോകത്തെല്ലായിടത്തും ആക്രമണം നടക്കണം, ബോംബിടണമെന്നില്ല. ഇവിടെ നോക്കൂ, ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന പ്രയോഗം പോലും ശരിയല്ല. കാരണം ഇസ്രായേൽ അല്ല ഇസ്രായേൽ ഒറ്റയ്ക്കല്ല യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത്. അമേരിക്ക നടത്തുന്ന യുദ്ധമാണിത്. അമേരിക്കയുടെ സാമ്പത്തിക സഹായം, സൈനിക സഹായം, രഹസ്യാന്വേഷണ സഹായം, സാങ്കേതിക സഹായം, അത് നോക്കൂ, അമേരിക്ക ബില്യൺ കണക്കിന് ഡോളറാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധത്തിന് വേണ്ടി മാത്രമായിട്ട് ഇസ്രായേലിലേക്ക്. ജർമ്മനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആം സപ്ലയർ ആയിട്ടുള്ളത്. ബ്രിട്ടൻ്റെ പിന്തുണയുണ്ട്, ഫ്രാൻസിൻ്റെ പിന്തുണയുണ്ട്. അപ്പോൾ ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു ജിനോസൈഡൽ പ്രോജക്റ്റാണിത്. അപ്പോൾ ഇതിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്നോ അല്ല ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം എന്നോ പറയുന്നത് അത് ഒരു ന്യൂനീകരിച്ചുള്ള ഒരു സമീപനമാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത്, ലോകത്തെ സൂപ്പർ പവേഴ്സായിട്ടുള്ള രാജ്യങ്ങൾ ഒരു വശത്തും ഈ നോൺ സ്റ്റേറ്റ് എൻറ്റിറ്റീസ്, നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സ് എന്ന് പറയാവുന്ന രണ്ട് സംഘടനകൾ മറുവശത്തായിട്ട് നടക്കുന്ന ഒരു ആക്രമണമാണിത്. അപ്പോൾ അതിനകത്ത് ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു, ഒരുപാട് ആളുകളെ കൊല്ലുന്നു. അതെന്തോ ഇസ്രായേലിനെ ഭയങ്കര വീരസ്യമായിട്ട്, ഇസ്രായേലിൻ്റെ ഹീറോയിക് ആക്ഷനായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ വലതുപക്ഷവാദികൾ, സംഘികളും ഈ നവനാസ്തികരൊക്കെ പ്രചരിപ്പിക്കുന്നത്. ലോകത്തെ വൻ ശക്തി രാഷ്ട്രങ്ങളുടെ സമ്പൂർണ്ണമായ പിന്തുണയോടുകൂടി ഒരു നോൺ സ്റ്റേറ്റ് പ്ലെയർക്കെതിരെ, രണ്ട് സംഘടനകൾക്കെതിരെ നടത്തുന്ന ആക്രമണമാണിത്. അതിനെ ആ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിലൂടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇതിൽ കുറേ അധികം ആളുകൾ കൊല്ലപ്പെടും. ഇപ്പോൾ ഈ ലെബനനിൽ കഴിഞ്ഞ ദിവസം വ്യാപകമായിട്ട് വ്യോമാക്രമണം നടത്തുന്നു. അപ്പോൾ ഇന്നൊക്കെ നോക്കുമ്പോൾ 550-580ഓളം ആളുകൾ അതിനകത്ത് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതിൽ 50-ലേറെ പേർ കുഞ്ഞുങ്ങളാണ്, ചെറിയ കുട്ടികളാണ്, സ്ത്രീകളുണ്ട്. അപ്പോൾ ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങൾ നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള ആയുധ സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു രാജ്യം സ്ത്രീകളെയും കുട്ടികളെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും കൊന്നുകൊണ്ടിരിക്കുന്നു, ആശുപത്രികളും സ്കൂളുകളും തകർത്തുകൊണ്ടിരിക്കുന്നു. ഇതെന്തോ ഭയങ്കര സംഭവമാണ്. ഇസ്രായേൽ ഭയങ്കര കില്ലാടികളാണ്, ഇസ്രായേലിന് കണ്ട് പഠിക്കണം എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, ലെബനനിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തുന്നു. ഇപ്പോൾ 600-നടുത്ത് ആളുകൾ കൊല്ലപ്പെടുന്നു. ലെബനനിലെ ഇസ്രായേലിൻ്റെ എൻഗേജ്മെൻറ്റ് തുടങ്ങുന്ന 1982-ലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് പറഞ്ഞു. ആ തുടങ്ങുന്നത് അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? സബ്രാസാത്തില മാസക്കറിലൂടെയാണ് അത് നടക്കുന്നത്. 1982 സെപ്റ്റംബർ 16 മുതൽ 18 വരെ 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് 3500 ആളുകളെയാണ് കൊന്നൊടുക്കിയത്. അതിന് നേതൃത്വം കൊടുത്ത ആൾ ഷിമോൺ പെരസ്, ഏരിയൽ ഷെറോൺ. പുള്ളി പിന്നീട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാകുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരു കൂട്ടക്കൊലയ്ക്ക്, ലോകം തന്നെ നടുങ്ങിപ്പോയ ഒരു കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യൻ പിന്നീട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ അദ്ദേഹത്തിന് അതൊരു അധിക യോഗ്യതയാകുകയായിരുന്നു ആ കൂട്ടക്കൊല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ലെബനനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാര്യമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആളുകളെ കൊല്ലുക എന്നുള്ളത് അവരുടെ ഒരു ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ കാണേണ്ടത്, ആരോടാണ് ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഹിസ്ബുള്ളയോട്. ഹിസ്ബുള്ള ഉണ്ടായത് എപ്പോഴാണ്? അതും കൂടെ നമ്മൾ കാണണം. ഹിസ്ബുള്ള ഉണ്ടാകുന്നത് എങ്ങനെയാണ്? 1985-ലാണ് ഹിസ്ബുള്ള ഫോം ചെയ്യപ്പെടുന്നത്. ഹിസ്ബുള്ള ഫോം ചെയ്യപ്പെടാനുള്ള ഒരേ ഒരു കാരണം എന്താണ്? അത് സദേൺ ലെബനൻ ഇസ്രായേൽ അധിനിവേശം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 1982 ഇവർ ലെബനനിലേക്ക് കയറുന്നു, ബെയ്റൂത്ത് വരെ പോകുന്നു. അവിടെയുള്ള SLA, സദേൺ ലെബനീസ് ആർമി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മിലീഷ്യ ഗ്രൂപ്പായിരുന്നു. അവരുടെ സഹായത്തോടു കൂടി ലെബനനിൽ വ്യാപകമായ ആക്രമണം നടത്തുന്നു.
85 ആകുമ്പോഴേക്ക് ഈ പറയുന്ന ലിറ്റാനി റിവറിനും ഇസ്രായേലിനും ഇടയിലുള്ള പ്രദേശം, അതാണ് സദേൺ ലെബനൻ എന്ന് പറയുന്നത്, ആ പ്രദേശം ഇസ്രായേൽ ഒക്യുപ്പൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇസ്രായേലിൻ്റെ ഒക്യുപ്പേഷൻ, ഈ അധിനിവേശം അവസാനിപ്പിക്കണം എന്ന സിംഗിൾ അജണ്ട, അത് മുന്നിൽ വെച്ച് ഫോം ചെയ്യപ്പെടുന്ന ഒരു സംഘമാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. പിന്നെ അവർ വിപുലപ്പെടുന്നു, അവർ സൈനിക ദളങ്ങൾ രൂപീകരിക്കുന്നു, അവർ രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ലെബനീസ് പാർലമെൻറ്റിൽ 15 MP-മാരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ അവർ കോലീഷൻ പാർട്ണറായിരുന്നു, ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു, അവർക്ക് മന്ത്രിമാരുണ്ടായിരുന്നു, അവർ എന്നുവെച്ചാൽ ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടായിരുന്നു. ലെബനനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. 12% 13% മറ്റോ വോട്ടാണ് അവർ മിക്ക ഇലക്ഷനിലും മേടിക്കാറുള്ളത്. അപ്പോൾ നിലവിൽ ലെബനീസ് പാർലമെൻറ്റിൽ 15 MP-മാരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അവർക്ക് ഇസ്രായേലിനെതിരെ പോരാടാൻ വേണ്ടി സ്വന്തമായ സൈനിക ദളങ്ങളും ഉണ്ട്. അപ്പം ഹിസ്ബുള്ള ഫോം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഹിസ്ബുള്ള ഞങ്ങളെ തകർക്കാൻ വരുന്നു, ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ ഇല്ലാതാക്കണം, ഹിസ്ബുള്ളയെ ഇല്ലാതാക്കിയാലേ ഇസ്രായേലിന് സമാധാനം ഉണ്ടാവും എന്നൊക്കെയാണല്ലോ ഇസ്രായേൽ അവരുടെ ഇതിനൊരു ന്യായമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് 1948 ആണ് ഇസ്രായേൽ ഉണ്ടാകുന്നത്. ഹിസ്ബുള്ള ഉണ്ടാകുന്നത് 1985-ലാണ്. നമ്മൾ മനസ്സിലായി ഹമാസ് ഉണ്ടാകുന്നത് 1987-ലാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഫോം ചെയ്യപ്പെട്ടു, എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഫോം ചെയ്യപ്പെട്ടത്? ഇപ്പോൾ ഹമാസ് എന്ന ആ പ്രസ്ഥാനത്തിന് മുഴുവൻ പേര് ഹർക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ എന്നാണ്. എന്താണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്? എന്താണ് അവരുടെ ഉദ്ദേശം? അധിനിവേശത്തെ റെസിസ്റ്റ് ചെയ്യുക. ഹിസ്ബുള്ള ഉണ്ടാകുന്നത് എന്തിനാണ്? സദേൺ ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുക, ഇസ്രായേലിൻ്റെ അധിനിവേശം അവസാനിപ്പിക്കുക, ഈ ലെബനൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. അപ്പം ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ട് സമാധാനമുണ്ടാക്കാം, ആക്രമണം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ ദേശസുരക്ഷ ശക്തിപ്പെടുത്താം എന്ന ഇസ്രായേലിൻ്റെ തിയറിയാണ് ഇവിടെ അടിസ്ഥാനപരമായി പൊളിയുന്നത്. കാരണം ഹിസ്ബുള്ള ഉണ്ടായത് എന്തുകൊണ്ട്? അത് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തുടർന്നാണ്. ഹമാസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? അത് ഇസ്രായേലിൻ്റെ അധിനിവേശത്തെ തുടർന്നാണ്. അപ്പം ആയുധം കൊണ്ട്, സൈനിക ശക്തിയും ശേഷിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജനതയെ, ഏതെങ്കിലും ഒരു നാടിനെ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടക്കി നിർത്താൻ സാധിക്കും എന്ന ആ ഒരു ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും രൂപീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്ബുള്ള 85 മുതൽ ഫൈറ്റ് ചെയ്യുന്നു, ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. അവസാനം എന്താ സംഭവിക്കുന്നത്? 2000-ൽ ഇസ്രായേലിന് ഈ പറയുന്ന സദേൺ ലെബനനിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ അതിൻ്റെ ചരിത്രത്തിൽ ഒരു സൈനിക പരാജയം ഏറ്റുവാങ്ങിയ ഒരു പ്രദേശത്ത് നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സദേൺ ലെബനൻ എന്നാണ്. ഹിസ്ബുള്ളയോടുള്ള പോരാട്ടത്തിലാണ് അവർ പരാജയപ്പെടുന്നത്. എന്നുവെച്ചാൽ അതുകൂടെ അന്ന് ഈ സദേൺ ലെബനീസ് ആർമി എന്ന് പറയുന്ന ഈ ക്രിസ്ത്യൻ മിലീഷ്യ ഗ്രൂപ്പിൻ്റെ പിന്തുണയിലാണ് ഈ സദേൺ ലെബനൻ ഇവർ പിടിച്ചുകൊണ്ടിരുന്നത്, ഈ ഇസ്രായേൽ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 2000-ൻ്റെ തുടക്കത്തിലാണത് ഹിസ്ബുള്ളയുടെ ഒരു രഹസ്യ ഓപ്പറേഷനിലൂടെ ഈ സദേൺ ലെബനീസ് ആർമിയുടെ ചീഫ് കമാൻഡറായിരുന്ന അഖിൽ ഹാഷിം എന്ന് പറഞ്ഞ കക്ഷിയുണ്ട്. പുള്ളി ഹിസ്ബുള്ളയുടെ പോരാളികൾ. ഇന്നിപ്പോൾ ഈ മൊസാദിൻ്റെ ഓപ്പറേഷനെ കുറിച്ച് വീരസ്യം പറയുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമാണത്. ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള നഗരത്തിൽ കഴിയുന്ന ഈ സദേൺ ലെബനീസ് ആർമിയുടെ ചീഫ് കമാൻഡറായിരുന്ന അഖിൽ ഹാഷിമിനെ ഹിസ്ബുള്ളയുടെ ചാരന്മാർ അങ്ങേരുടെ ഫാം ഹൗസിൽ വീട്ടിലെത്തി കൊല ചെയ്യുകയും ആ സംഭവ പരമ്പരകൾ മുഴുവൻ അവർ ഷൂട്ട് ചെയ്യുകയും വീഡിയോഗ്രാഫ് ചെയ്യുകയും ഹിസ്ബുള്ളയുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ അൽമനാർ TV-യിലൂടെ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അഖിൽ ഹാഷിമിൻ്റെ കൊലപാതകത്തോടുകൂടി എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഈ സദേൺ ലെബനീസ് ആർമിയുടെ അത് കംപ്ലീറ്റ് കൊളാപ്സിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഈ ലോക്കൽ സപ്പോർട്ട് ഇസ്രായേൽ നഷ്ടപ്പെടുകയും അങ്ങനെയാണ് അവർക്ക് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വരികയും ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹിസ്ബുള്ള ഇതേക്കാൾ ദുർബലമായ കാലത്ത് അവർ ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഓടിച്ചിട്ടുണ്ട് എന്ന ചരിത്രം കൂടെ അവിടെയുണ്ട്. ലെബനനെ സംബന്ധിച്ചിടത്തോളം ഈ നിലക്കുള്ള ആക്രമണം ഞാൻ പറഞ്ഞു 82-ലെ സബ്ര സാത്തില മാസക്കർ മുതൽ പിന്നെ നിരവധിയായിട്ടുള്ള ബോംബാക്രമണങ്ങൾ ബെയ്റൂത്തിൽ നടക്കുന്നുണ്ട്, ബെക്ക വാലിയിൽ നടക്കുന്നുണ്ട്, ട്രിപ്പോളിയിൽ, അവിടുത്തെ ഒരു പോർട്ട് സിറ്റിയല്ല ട്രിപ്പോളിയിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ ലെബനനിൽ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട്. അതുകൊണ്ട് ലെബനനെ സംബന്ധിച്ചൊരു പുത്തരിയല്ല, അവർ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ്. ഒരുപാട് മനുഷ്യന്മാർ കൊല്ലപ്പെടും, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി ഇസ്രായേൽ ഞങ്ങൾ എന്തിനാണ് ആയുധം എടുക്കുന്നത്, ഞങ്ങൾ എന്തിനാണ് ആക്രമിക്കുന്നത് എന്നതിന് ഇസ്രായേൽ പറയുന്ന ന്യായം ഞങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി ഡിഫെൻഡ് അവർ പീപ്പിൾ എന്നാണ് അവർ പറയുക. ഇത് അവരുടെ ഈ ആക്രമണങ്ങൾ അവരുടെ നാഷണൽ സെക്യൂരിറ്റിയെ ഭദ്രമാക്കുകയാണോ ചെയ്യുന്നത്?
കൂടുതൽ ദുർബലമാക്കുകയാണ് ചെയ്യുന്നതാണ് അവർ ആലോചിക്കുന്നത്. അവരുടെ തന്നെ നിലനിൽപ്പിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ലോകത്ത് മുഴുവൻ ശത്രുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇസ്രായേലിനുള്ള എതിർപ്പും ശത്രുതയും തലമുറയായി കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ് ചെയ്യുന്നത്, ആശുപത്രികൾ തകർക്കുകയാണ് ചെയ്യുന്നത്, സ്കൂളുകൾ തകർക്കുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ പേരിൽ വീരസ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സമ്പൂർണ്ണമായ പിന്തുണ നൽകുന്ന ലോകശക്തി ഇവിടെ ഉണ്ട്, വൻശക്തി രാഷ്ട്രങ്ങളുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇസ്രായേലിൻ്റെ പിന്തുണ. പക്ഷേ ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നില്ല. അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ഈ പലസ്തീൻ ഇസ്രായേൽ മേഖലയിൽ നടക്കുന്ന സംഘർഷം എന്ന് പറയുന്നത് ആ ഒരു കുഞ്ഞു പ്രദേശത്ത് നടക്കുന്നൊരു സംഘർഷമല്ല. ഇത് നിലവിലുള്ള ലോക രാഷ്ട്രീയ ഘടനയ്ക്കെതിരെ ലോകത്തെ ഇന്നത്തെ ഒരു നീതിക്രമത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭൂമിയാണത്. അപ്പോൾ ആ ഒരു ലോക രാഷ്ട്രീയ ഘടനയിൽ മാറ്റങ്ങളും പ്രകമ്പനങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ ഈ പലസ്തീൻ മേഖലയിലെ സംഘർഷം അവസാനിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഗസയുടെ കാര്യത്തിൽ അറിയാം, എല്ലാവരും സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. UN അടക്കം ഇടപെട്ടിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. സമാധാന ചർച്ചകൾ അതോടൊപ്പം തന്നെ വെടിനിർത്തൽ ചർച്ചകളൊക്കെ എങ്ങും എത്താതെ പോവുകയും ചെയ്യുന്നു. അങ്ങനൊരു സന്ദർഭം നിലനിൽക്കുമ്പോഴാണ് ലെബനന് നേരെ ആക്രമണം വരുന്നത്. ആരെങ്കിലും ഇടപെട്ടിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? നമുക്കൊരു ശത്രു ഇല്ലെങ്കിൽ ആ ശത്രുവിനെ സൃഷ്ടിക്കുക എന്നുള്ളൊരു തന്ത്രമുണ്ട്. നമുക്ക് ഒരു വലിയ പവറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ലോക്കൽ ഗുണ്ടയാണെന്ന് വിചാരിക്കുക. ആ ലോക്കൽ ഗുണ്ട ഇങ്ങനെ വിരാജിച്ച് എല്ലാവരും അടക്കി ഭരിച്ചിരിക്കുമ്പോൾ അയാൾക്കുറിച്ച് ബോറടിക്കും. അയാൾക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അയാളുടെ എക്സിസ്റ്റൻസ് നിലനിൽക്കുള്ളൂ. അതുപോലെയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഗസയിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ട്, അതിന് യുദ്ധം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതൊരു യുദ്ധമല്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് തുല്യ ശക്തികൾ തമ്മിൽ പോരാടുന്നതല്ല. ഇതിങ്ങനെ സിവിലിയൻസ് ഇങ്ങനെ ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കുക. അതിന് യുദ്ധം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് എന്താണ്, ഇപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്ന വാർ ക്യാബിനറ്റാണ്. അവർക്ക് യുദ്ധം അനിവാര്യമാണ് ആ ക്യാബിനറ്റിന്. അതല്ലെങ്കിൽ അവർക്ക് തിരഞ്ഞെടുപ്പ് നടത്തി പുതിയൊരു സർക്കാർ വരേണ്ടി വരും. അപ്പോൾ ഈ വാർ ക്യാബിനറ്റ് എന്ത് വേണം? യുദ്ധം വേണം. അപ്പോൾ യുദ്ധം ചെയ്യണമെങ്കിൽ ഗസയിൽ എത്ര നാളെന്ന് വെച്ചാൽ ബോംബിട്ട്, ഇപ്പോൾ ഒരു വർഷമായിട്ട് ബോംബിട്ടിട്ട് ഹമാസിനെ എലിമിനേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അവരൊരു പുതിയ യുദ്ധമുഖം തുറക്കുകയാണ് ലബനാനിൽ. അങ്ങനെ ഒരു യുദ്ധമുഖം ഉണ്ടായിരുന്നു ചോദിച്ചാൽ, ഇപ്പോൾ ഗസയിൽ ആക്രമണം തുടങ്ങിയ സമയത്ത് തന്നെ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ നോർത്തേൺ സൈഡ്, വടക്ക് ഭാഗം മുഴുവനായിട്ട് ആളുകൾ ഒഴിപ്പിക്കേണ്ടി വന്നു. അതിപ്പോൾ ജനവാസ ശൂന്യമാണ്, ജനങ്ങളില്ല അവിടെ. അവർക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ യുദ്ധം തുടങ്ങി ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടും ആ ആളുകൾക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിലാണ് അവിടെ ഒരു യുദ്ധമുഖം തുറക്കുകയാണ് ഇസ്രായേൽ. ആ യുദ്ധമുഖം എന്താണ്? ഒരു രാജ്യത്തിനെതിരാണ്. ഇപ്പോൾ ഗസ എന്ന് പറയുന്ന ഒരു പീസ് ഓഫ് ലാൻഡാണ്. അവിടെ ഗവേണൻസ് എന്ന് പറയുന്നത് ഹമാസാണ്. അതിലൊരു സർക്കാരുണ്ടോ, ഒരു മിലിറ്ററി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഔദ്യോഗിക സ്വഭാവത്തിലില്ലാത്തൊരു പീസ് ഓഫ് ലാൻഡ് മാത്രമാണ്, കവേർഡ് ബൈ ഇസ്രായേൽ. ഇതങ്ങനെയല്ല. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ലബനാന് ഒരു പ്രസിഡൻ്റുണ്ട്, അവിടെ ഒരു സൈന്യമുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഹിസ്ബുള്ളക്കെതിരെ എന്നതിൻ്റെ പേരിൽ ബൈറൂത്തിൽ പോയിട്ട് വ്യോമാക്രമണത്തിൽ 1600 ആളുകളെ കൊല്ലുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നലെ ഇസ്രായേലിൻ്റെ ഒന്നിലധികം മന്ത്രിമാർ ടെലിവിഷൻ ചർച്ചകളിലും അല്ലാതെയുള്ള പ്രസ്താവനകളായിട്ട് പറഞ്ഞത് ലബനാനെ മുഴുവനായിട്ട് ആക്രമിക്കണം. അവിടെ ഹിസ്ബുള്ള മാത്രമൊന്നുമല്ല, അവിടുത്തെ എല്ലാ ലബനീസ് പൗരന്മാരും ഇസ്രായേലിൻ്റെ ശത്രുക്കളാണ്. എല്ലാ ലബനീസ് പൗരന്മാരും ഇസ്രായേലിൻ്റെ ശത്രുക്കളാണെന്ന് ഇസ്രായേലിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഒരു ടെലിവിഷനിൽ നിന്ന് പറയുകയാണ്. എന്താ അതിൻ്റെ കാരണം? അദ്ദേഹം പറയുന്ന കാരണം, ലബനാനിലെ എല്ലാ വീടുകളിലും റോക്കറ്റ് ലോഞ്ചർ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട റവന്യൂ അങ്ങനെ റോക്കറ്റ് ലോഞ്ചർ സ്ഥാപിക്കാൻ വേണ്ടി പണം കൊടുക്കുന്നുണ്ട് ഹിസ്ബുള്ള. അത് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ്. അതുകൊണ്ട് ആരോടും ഒരു ദയാദാക്ഷിണ്യം ആവശ്യമില്ല. എല്ലാവരെയും കൊന്നുകളഞ്ഞേക്കുക. എല്ലാവരും ഇപ്പോൾ ഒഴിഞ്ഞു പോകാനുള്ള ആവശ്യം ഉന്നയിച്ചേക്കുവാണല്ലോ നെതന്യാഹു. ബെയ്റൂത്തിൽ നിന്ന് ആളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? അതായത് ലബനാനിലുള്ള മുഴുവൻ മനുഷ്യരും ഇസ്രായേലിൻ്റെ ശത്രുക്കളായിട്ട് ഇസ്രായേൽ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗസയിൽ ഹമാസിനെ എലിമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയാണ് കൊല്ലുന്നത്. അതിൽ ഹമാസ് ഏതാണ്, സിവിലിയൻസ് ഏതാണെന്ന് അവർക്കറിയില്ല. അതിന് ഇസ്രായേൽ പറയുന്നൊരു കാരണം, ഈ സിവിലിയൻസിനെ കൊല്ലുന്നതിന് പറയുന്ന കാരണം എന്താണ്? ഇവർ ഹ്യൂമൻ ഷീൽഡ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾക്കെതിരെ പോരാടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആരാണ് ഹമാസ് എന്ന് ഇത് കൊല്ലാൻ പറ്റില്ല. അപ്പോൾ കൊല്ലുമ്പോൾ എല്ലാവരും കൊളാട്രൽ ഡാമേജ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ലബനാനിൽ ഇത് എങ്ങനെയാണ് സ്ഥിതി? ലബനാനൊരു മിലിറ്ററി ഉണ്ട്. അതുകൂടാതെ ഇതൊരു പാരാമിലിറ്ററി ഫോഴ്സാണ് ഹിസ്ബുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവർക്ക് സായുധ വിങ് ഉണ്ട്. ഒരു പക്ഷേ ലബനാൻ്റെ ഔദ്യോഗിക ആർമിയേക്കാൾ കൂടുതൽ അംഗബലമുള്ള, ഇത് ഹസൻ നസ്രുള്ളയുടെ അവകാശവാദമാണെങ്കിൽ ഏതാണ്ട് 1,00,000 പേര് അതിലുണ്ട്. 1,00,000 പേരുണ്ട്. കുറഞ്ഞത് സ്വതന്ത്ര കണക്ക് പ്രകാരം 50,000-നും 60,000-നും ഇടയ്ക്ക് അംഗസംഖ്യയുള്ളൊരു പാരാമിലിറ്ററി ഫോഴ്സാണ് ഹിസ്ബുള്ള. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സിനെ ആക്രമിക്കാൻ വേണ്ടി ബൈറൂത്തിലെ മുഴുവൻ മനുഷ്യരെയും അല്ലെങ്കിൽ ലബനാനിലെ മുഴുവൻ മനുഷ്യരെയും കൊല്ലണം, അവരൊക്കെ നമ്മുടെ ശത്രുക്കളാണെന്ന് ഇസ്രായേൽ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇത് ടെററിസം അല്ലേ? ഇതിനല്ലേ ടെററിസം എന്ന് പറയുന്നത്? ഇന്ന് തന്നെ മരിച്ചവർ, ഇന്ന് തന്നെ ബോംബിട്ട സ്ഥലങ്ങൾ നിങ്ങൾ നോക്കുക. തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു സമുച്ചയത്തിന് മുകളിൽ കൊണ്ടാണ് ബോംബിട്ടുള്ളത്. മരിക്കുന്ന സിവിലിയൻസാണ്. ഇനി ലബനാൻ്റെ ഡെമോഗ്രഫി എന്താണ്?
ലെബനാൻ്റെ ഡെമോഗ്രഫി പ്രകാരം അവിടുത്തെ ഒരു 40% മോറോണൈറ്റ് ക്രിസ്ത്യൻസ് ആണ്. അവിടുത്തെ പ്രസിഡന്റ്, അവിടുത്തെ ഭരണഘടന പ്രകാരം മോറോണൈറ്റ് ക്രിസ്ത്യൻസ് ആണ് അവിടെ പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ പ്രസിഡന്റ് മൈക്കൽ ഓൻ, അദ്ദേഹം ക്രിസ്ത്യനാണ്. അപ്പോൾ ഇവരെയൊക്കെ കൊല്ലണമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് ഹിസ്ബുള്ള എന്ന് പറയുന്നൊരു ഷിയ ആർമിയാണ്, ഷിയ മിലീഷ്യയാണ് ഇറാൻ്റെ പിന്തുണയുള്ളത്. അപ്പോൾ ഹിസ്ബുള്ള എതിർക്കുന്നതിൻ്റെ പേരിൽ ലെബനാനിലെ മുഴുവൻ മനുഷ്യരെയും കൊല്ലണം എന്ന് ഇസ്രായേൽ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അതിനെതിരെ ഒരു തരത്തിലുള്ള എതിർപ്പും ഈ പറയുന്ന ലോക വൻശക്തി രാജ്യങ്ങളിൽ നിന്നുണ്ടാവുന്നില്ല. മുഴുവൻ മനുഷ്യരെയും കൊന്നുകളയണം എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഒരു പാരാമിലിറ്ററി ഫോഴ്സ് എന്ന നിലയിൽ ഹിസ്ബുള്ള ഇപ്പോൾ 40 വർഷമായിട്ടുള്ള അവർ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഈ 40 വർഷത്തിനിടയിൽ അവരൊരു വിജയിച്ച സൈന്യമാണ്. അവരുടെ ഒരു രൂപീകരണ ലക്ഷ്യത്തിൽ അവരൊരു വിജയിച്ച സൈന്യമാണ്. ഒന്ന്, ഇസ്രായേൽ അധിനിവേശം, ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളിൽ നിന്ന് അവർക്ക് ഇസ്രായേലിനെ പിന്മാറ്റി, അത് ഇസ്രായേൽ പിന്മാറിയതാണ് ഇസ്രായേൽ പറയുന്നു. അങ്ങനെയല്ല, തോൽപ്പിച്ചോടിച്ചതാണെന്ന് ഇവരും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും അവരുടെ രൂപീകരണ ലക്ഷ്യത്തിൽ അവർ വിജയിച്ച സൈന്യമാണ്. ഇനി അവരുടെ ഒരു മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഈ പറയുന്ന പോലെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ ഹമാസിനേക്കാൾ മികച്ചതായിരിക്കാം, എങ്കിൽ പോലും ഹമാസിനേക്കാൾ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു മിലിറ്ററിയാണ്, വിത്ത് യൂണിഫോം, വിത്ത് മിസൈൽസ്, സ്റ്റാൻഡിങ് ആർമിയാണ്. എങ്കിൽ പോലും എന്താണ്, അവരങ്ങനെ ഒരു വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയുധങ്ങളൊന്നും ഉള്ളതല്ല. ഒരു ഇസ്രായേലിനെ നേരിടാൻ പാകത്തിന് അങ്ങനെ ഒന്നുമില്ല. ഒരു 1-2 ലക്ഷം മിസൈലുകൾ അവരേലുണ്ടാവും എന്നല്ലാതെ അവരങ്ങനെ ഒരു വലിയ ടെക്നോളജിക്കലി വലിയ ശക്തമായൊരു സൈന്യമേ അല്ല. എങ്കിൽ പോലും ഇസ്രായേൽ എന്തിനാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ, ഇസ്രായേലിൻ്റെ ഒരേ ഒരു ലക്ഷ്യം, ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരേ ഒരു ലക്ഷ്യം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടേ പോവുക, കൂടുതൽ പ്ലെയേഴ്സിനെ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക, ആ യുദ്ധം നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതിനപ്പുറം സമാധാന ചർച്ചകൾ അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒന്നും ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് കയറി ആക്രമിക്കുകയാണ്. ഇനി എന്താണ്, ഈ ഇൻവേഷൻ ഉണ്ടാവും, ഒരു അധിനിവേശം ഉണ്ടാവുമെങ്കിൽ ഈ കാലാൾപ്പട ഇനിയിപ്പോൾ ലെബനാനിലേക്ക് ചെല്ലുകയാണ്, ഈ ലോകം കൈകെട്ടി നോക്കിയേക്കും. അതിനെന്താണ് കാരണം? അതിന് പറയുന്ന കാരണം ഇത് തന്നെ, അവിടെ ഹമാസാണ്, ഇവിടെ ഹിസ്ബുള്ള ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നോക്കി നിൽക്കുകയാണ്. അത് ലോകം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് ഞാൻ മുമ്പ് പലപ്പോഴും ആവർത്തിച്ചതുപോലെ ഇത് എളുപ്പം തീരാൻ പോകുന്നൊരു യുദ്ധമല്ല. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ളൊരു മേൽക്കൈ ഈ യുദ്ധത്തിലുണ്ടായിട്ടുണ്ട്. അത് എന്താണ്, ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും എല്ലാം ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ അവർ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഇറാന് പോലും സംശയമുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ ഒരു MP കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത് ഇബ്രാഹിം റൈസിയുടെ മരണം, ഹെലികോപ്റ്റർ താർന്നുള്ള മരണം, ഇബ്രാഹിം റൈസിയിൽ ഈ പേജർ ഉണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കൊന്നതാകാം എന്നൊരു MP ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് ഇറാൻ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും അതിനർത്ഥം ഇറാൻ അതുപോലെ ഹിസ്ബുള്ള ഈ രണ്ട് പേരുടെയും കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൽ വിജയകരമായി സ്പൈ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരു വലിയ തിരിച്ചടിയാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ വിലയിരുത്തുന്നതിന് നമ്മൾ അവരുടെയും സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്, തിരിച്ചവരും ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൽ സ്പൈ വർക്ക് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. പുതിയ കാലത്ത് പുതിയ ഇൻഫർമേഷൻ വാർഫെയറിൽ പരസ്പരം ചെയ്യാം. പക്ഷെ ഇത് എന്താണ്, ഇതൊരു തരം ടെററിസ്റ്റ് അറ്റാക്കാണ്. ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ പേജർ പൊട്ടിച്ച് ഗ്രോസറി സ്റ്റോറിലും മാർക്കറ്റിലും ഒക്കെ ആളുകൾ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സാധാരണ ഭാഷയിൽ അതൊരു ടെറർ അറ്റാക്കാണ്. എങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ ഇറാനും ഹിസ്ബുള്ളയും ദുർബലരാണ്. ഇസ്രായേലുമായി തട്ടിച്ചു നോക്കുമ്പോൾ ദുർബലരാണ്. മറുവശത്ത് സൂപ്പർ പവേഴ്സിൻ്റെ പിന്തുണ ഇസ്രായേലുണ്ട്, അമേരിക്ക ഉൾപ്പെടെയുള്ള സൂപ്പർ പവേഴ്സിൻ്റെ പിന്തുണയുണ്ട്. ഈ വശത്ത് നോക്കുകയാണെങ്കിൽ ആകെ ഹിസ്ബുള്ളയുടെ പിന്തുണ എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാനാകട്ടെ ഇപ്പോൾ കുറേ കൂടി ദുർബലമായ അവസ്ഥയിലാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ വലിയൊരു രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ള അറബ് ലീഗിൻ്റെ പരിഗണനയിൽ ഹിസ്ബുള്ള ഒരു ഭീകര സംഘടന. ഹിസ്ബുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഭാഷയിൽ അവർ ഭീകരരായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തതാണ്. അറബ് ലീഗും അതുപോലെ GCC രാജ്യങ്ങളുമെല്ലാം ഹിസ്ബുള്ളയെ ടെറർ ഓർഗനൈസേഷനായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷേ October 7 ഈ പറയുന്ന അറ്റാക്കിന് ശേഷം ഈ കഴിഞ്ഞ ജൂലൈയിൽ അറബ് ലീഗ് പ്രത്യേകമായൊരു കമ്മ്യൂണിക്കെ പുറത്തിറക്കിക്കൊണ്ട് ഹിസ്ബുള്ളയെ അങ്ങനെ ഒരു പട്ടികയിൽപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അതൊരു വലിയ മാറ്റമാണ്. നമുക്കറിയാം, അറബ് ലീഗിൽ ബഹുഭൂരിഭാഗവും സുന്നി രാജ്യങ്ങളാണ്. അതിൽ അറബ് ലീഗിലുള്ള ഷിയ രാജ്യം എന്ന് പറഞ്ഞാൽ ശക്തമായ രാജ്യം എന്ന് പറഞ്ഞാൽ ഇറാഖ്, പിന്നെ ബഹ്റൈൻ, അങ്ങനെയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഒരു ഷിയ രാജ്യത്തെ ഈ അറബ് ലീഗ് എന്ന് പറയുന്ന രാജ്യം ഒരു ഷിയ സംഘടനയെ ടെറർ ഓർഗനൈസേഷൻ അല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താണ്? അവർ പറയുന്ന ഫലസ്തീൻ്റെ സ്വതന്ത്ര പോരാട്ടത്തെ അറബ് ലീഗ് വേറൊരർത്ഥത്തിൽ വേറൊരു മുന്നണിയിൽ പിന്തുണയ്ക്കുന്നു എന്നുകൂടിയാണ്. അത് ഇറാൻ സൗദി ബന്ധം ഊഷ്മളമാക്കിയല്ലോ. മുമ്പ് ചൈന ഇടപെട്ട് ഒരു നയതന്ത്ര ബന്ധം ഉണ്ടാക്കിയെടുത്തല്ലോ. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അത് വരുന്നത്. അതിനർത്ഥം ഹിസ്ബുള്ള പൂർണ്ണമായും ഇറാൻ്റെ മാത്രം പിന്തുണയുള്ള ഒരു മിലീഷ്യയായിട്ട് തുടരില്ല. അവർക്കൊരു പൊളിറ്റിക്കൽ സപ്പോർട്ട് മറുവശത്തുണ്ട്. അതായത് ഹമാസിനെ എങ്ങനെ ഒറ്റപ്പെടുത്തുന്നു, അതായത് ഈ പറയുന്ന OIC അല്ലെങ്കിൽ അറബ് ലീഗോ പോലുള്ള മുസ്ലിം രാജ്യങ്ങൾ എങ്ങനെ ഒറ്റപ്പെടുത്തുന്നു, അതുപോലെ ഒരു ഒറ്റപ്പെടൽ ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. യെസ്.